ഹലോ ഗൈസ്, അഖിലാണേ. അങ്ങനെ പാർട്ട് 1 മീൻ കിട്ടാത്തതിൻ്റെ എല്ലാ ക്ഷീണവും ഞങ്ങൾ ഈ പാർട്ട് 2 അങ്ങ് തീർക്കാൻ പോവാണ്. പ്രൊഫഷണലായിട്ട് മീൻ പിടിക്കാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ആനന്ദിൻ്റെ ടാങ്കിൽ കിടക്കുന്ന മീനെ പിടിക്കാനാണ് തീരുമാനിച്ചത്. ടാങ്ക് ഫുള്ള് വെള്ളമായതുകൊണ്ട് കുറച്ചൊക്കെ വറ്റിക്കാമെന്ന് വിചാരിച്ചു. അർജുനായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. വല കെട്ടാനും എന്തൊക്കെയോ ശാസ്ത്രീയ വശങ്ങളുണ്ടെന്ന് പറഞ്ഞാണ് അർജുൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്ന് 10-30 മുഷിക്കുഞ്ഞുങ്ങളെ ഒരു കൊല്ലം മുന്നേ ആനന്ദിൻ്റെ തിട്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും മീൻ കിട്ടുമോ ഇല്ലയോ എന്നൊരു ആകാംക്ഷയിലാണ്. പക്ഷെ കൂടുതൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഞങ്ങളുടെ ടർബോയ്ക്കായിരുന്നു. ഫുഡ് വേണമെന്നാ പറയുന്നേ. അങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇളക്കി ഫസ്റ്റ് സെറ്റ് ഓഫ് മീൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കടലിൽ വല വിരിച്ച് സ്രാവ് കിട്ടിയ പോലെ ആയിരുന്നു എൻ്റെ സാംസങ്ങിന്റെ ഷോ ഓഫ്. ഇതൊക്കെ എന്ത് പാർട്ട് 1 ഒരു മീൻ പോലും കിട്ടാത്ത ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയതോ ഒരു ലോഡ് മീനായിരുന്നു. ഈ മീനൊക്കെ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്ന കാണുമ്പോൾ ഒരു സുഖം ഉണ്ടല്ല. ഇത്രയും മീൻ അതിനകത്തുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു പോലില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെ മുഖത്ത്. ഞങ്ങൾ കുറച്ച് നല്ല പിള്ളേരായതുകൊണ്ട് വലിയ മീനുകൾ ഇപ്പോൾ കുക്ക് ചെയ്യാനും ചെറിയ മീനുകളെ തിരിച്ച് ടാങ്കിലോട്ടും തന്നെ ഇട്ടു. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് മീൻ ക്ലീൻ ചെയ്യുന്നതാണല്ലോ. അതിനായിട്ട് ഞാനും അർജുനും ആണെങ്കിൽ തന്നം പിന്നെ വരുന്നങ്ങ് വെട്ടാൻ തുടങ്ങി. ക്ലീൻ ചെയ്ത് ഞങ്ങളായിരുന്നെങ്കിലും ഫിഷ് കട്ട് ചെയ്ത് അരവിന്ദനായിരുന്നു. കൂടെ ഗ്രൗണ്ട് സപ്പോർട്ടിനായിട്ട് ജീവനും ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അരവിന്ദും കൂടെ മസാലയൊക്കെ അങ്ങ് മിക്സ് ചെയ്ത് മീൻ പൊരിക്കാനായിട്ട് അങ്ങ് തുടങ്ങി. അങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓടിച്ചു വിട്ട ടർബോ റെഡിയായെന്ന് ചോദിച്ച് പിന്നെ വന്നത്. ഞങ്ങളുണ്ടാക്കിക്കൊണ്ട് പൊക്കി പറയില്ല ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മണമായിരുന്നു ആ സമയത്ത് അങ്ങ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ബുൾസയും ഓംലേറ്റും ഒക്കെ അങ്ങ് അടിച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങ് ഫുഡൊക്കെ അങ്ങ് അടിച്ചു. അർജുൻ്റെ പ്ലേറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഫുഡിനൊന്ന്. ഞാൻ പോകുന്നു. ബൈ ബൈ. അപ്പൊ ഇത്ര ഉള്ളു ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അടുത്ത ദിവസം അടുത്ത വ്ളോഗുമായിട്ട് കാണാം. ബൈ.